കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മിനി വ്ളോഗ് ഇടുന്നത്. ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ആണ്, പല്ല് വേദനയാണ് ഗൈസ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള കുർത്തിയാണ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. ഫീഡിങ് ടോപ്പ് ഇട്ടുകൊണ്ടാണെന്ന് പോകാൻ പോകുന്നത്. അങ്ങനെ മോൾക്കുള്ള ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ട്. ഞാനും മോളും കൂടി റെഡിയായി. ഇതാ ഞങ്ങൾ ഇറങ്ങി. മോനും ഉണ്ട്, കൂടെ എൻ്റെ അമ്മായും ഉണ്ട്. എൻ്റെ മിക്ക കാര്യങ്ങൾക്കും ഇച്ചാൻ്റെ അമ്മയാണ് കൂടെ വരുന്നത്. അങ്ങനെ അമ്മ കൂടെ വരുന്നത് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര തിരക്ക് കുറവായിരുന്നു. ഒ പിയിലൊക്കെ ഒട്ടും തിരക്കില്ലായിരുന്നു. അങ്ങനെ ചെന്ന അവിടെ തന്നെ ഡോക്ടറെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടർ എല്ലാം ചോദിച്ചു മനസ്സിലാക്കി. ഞാനൊരു ഫീഡിങ് മദർ ആയതുകൊണ്ട് തന്നെ കഴിക്കേണ്ട ഡോസിൻ്റെ അളവൊക്കെ കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറെ കണ്ടു, എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു പല്ലിൻ്റെ. നേരെ ചെന്നത് ക്യാഷ് കൗണ്ടറിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടെ ഇച്ചിരി തിരക്കായിരുന്നു. അങ്ങനെ ക്യാഷൊക്കെ പേ ചെയ്തു. ഞങ്ങളതേ വെയിറ്റ് ചെയ്യുകയാണ്. അവർ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ മോൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണുണ്ടായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് ചാടിയാൽ മതി. സാധാരണഗതിയിൽ ഈ ഭാഗത്തൊക്കെ മൊത്തം തിരക്കാണ്. ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല, മൊത്തം ഒഴിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. എക്സ്റേയുമായിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴാണ് ഡോക്ടർ പറയുന്നത് എക്സ്റേ എടുത്തത് ശരിയായിട്ടില്ല. അത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്. രണ്ടാമതെടുത്ത എക്സ്റേ ആണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ ഡോക്ടറെ കാണിച്ച് 5 ദിവസത്തേക്ക് മെഡിസിൻ വാങ്ങിച്ചിട്ട് ഞങ്ങളിതാ ഇറങ്ങി. എന്നാൽ പിന്നെ ഇനി ഒരു സെൽഫി എടുക്കാതെ പറഞ്ഞ് തിരിഞ്ഞപ്പോൾ ഒരാളെ കാണാനില്ല. ആളിതാ തിരിഞ്ഞിരിക്കുന്നു. ആൾ കലിപ്പിലാണ് ഗൈസ്. ചോയ്സ് ഇല്ലാതെ വീട്ടിലേക്ക് കയറില്ലെന്നും പറഞ്ഞത് വാശി പിടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഇവിടെ ഇരിക്കുവാണ് ഗൈസ്. പിന്നെ ഇന്ന് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞ് ഞാനും വിട്ടുകൊടുത്തില്ല. പിന്നെ അങ്ങോട്ട് ഓട്ടവും ചാട്ടവും ഒക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ടോയ്സ് ഇല്ലാതെ അവൻ വീട്ടിലേക്കില്ലാന്ന്. അങ്ങനെ ഒരു കിച്ചൺ സെറ്റ് തന്നെ എനിക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വന്നു ഗൈസ്.